നമസ്തേ നമസ്തേ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദു മതത്തിൽ മൊത്തം കള്ളന്മാരാണെന്ന് പറഞ്ഞില്ലേ, അത് ഏഹ്, അതിനെക്കുറിച്ച് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഉദാഹരണത്തിന് സർവപ്രിയാനന്ദ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഓക്കെ. The president of Belur Math of the Ramakrishna order was Swami Brahmananda, who was also the guru of Swami Prabhavananda. And Swami Prabhavananda writes that Swami Brahmananda came into the temple, the old temple at that time, and he said, meditate on the Christ within. ഇത് സ്വാമി പ്രഭുപാദാനന്ദ, ഈ വിദ്വാനാണ്. ഈ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന സാധനമില്ലേ, ഹരേ കൃഷ്ണ, അതിൻ്റെ സ്ഥാപകൻ ശ്രീല പ്രഭുപാദ എന്ന് പറയും. അപ്പോൾ അയാള് വന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ധ്യാനിക്കണം. ആരെക്കുറിച്ച് ധ്യാനിക്കണം? നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള യേശുവിനെ കുറിച്ച് ധ്യാനിക്കണം. മനസ്സിലായോ? യേശു പിശാചാണെന്ന് അറിയാതെയാണ് ഇവറ്റകൾ ഇതൊക്കെ ഈ വിഡ്ഢിത്തരം മുഴുവനും വിളിച്ചു പോകുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ഹിന്ദുവിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചു. ഹൗ ടെറിബിൾ. ഇതൊന്നും മനസ്സിലാകാത്ത ഹിന്ദുക്കൾക്ക് അറിയില്ലല്ലോ യേശു പിശാചാണെന്ന്. മനസ്സിലായോ? ഇപ്പോഴാണ് അല്പമെങ്കിലും ഹിന്ദുക്കൾ അത് മനസ്സിലാക്കുന്നത്. Feel his living presence. യേശുവിനെ കുറിച്ച് ധ്യാനിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള യേശുവിനെ കുറിച്ച് ധ്യാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യം, അതൊരു എന്താ പറയുക, ഒരു ഫീലിംഗ്, ഒരു അനുഭൂതിയായിട്ട് നിങ്ങളത് അനുഭവിക്കുക. And something remarkable happened. Swami Prabhavananda writes that all of us were suddenly transported to some other realm. എനിക്ക് വയ്യേ. അപ്പോ ഇങ്ങനെ പറഞ്ഞു, അവര് ധ്യാനിച്ചു. അപ്പൊ തന്നെ എല്ലാവരും കൂട്ടധ്യാനം, അതായത് ഈ നമ്മുടെ മുരിങ്ങൂര് ധ്യാന കേന്ദ്രം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ പരിപാടിയാണ്. ഈ കാവി ഇട്ടിട്ട്, ഇദ്ദേഹം അമേരിക്കയിലാണ്. അപ്പോ ഇവരിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ ഇവരെല്ലാവരും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതുപോലെ ഇവർക്ക് അനുഭവപ്പെട്ടു. Where we felt the living presence of the Christ. അവിടെ ഞങ്ങൾ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി ഞങ്ങൾക്കുണ്ടായി. It's as if our consciousness was elevated to a different spiritual plane altogether. ഞങ്ങളുടെ ബോധതലം പെട്ടെന്ന് ഉയർത്തപ്പെട്ടു മറ്റൊരു ലോകത്തിലേക്ക്, മറ്റൊരു തലത്തിലേക്ക്. അതുപോലെ ഞങ്ങൾക്ക് തോന്നി. And a silence so thick prevailed in the temple at that time. For a long time, people silently meditated. They had that power, you see, Swami Brahmananda, Swami Vivekananda and others, to actually elevate the consciousness of the people around them. അതായത് ഈ സ്വാമി ബ്രഹ്മാനന്ദ, സ്വാമി വിവേകാനന്ദ, ഇവർക്കൊക്കെ ഈ സിദ്ധി ഉണ്ടായിരുന്നു. ഏത്? യേശുവിനെ കുറിച്ച് ധ്യാനിപ്പിച്ച് ധ്യാനം ചെയ്യുന്ന ആളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന സിദ്ധി. To God consciousness. And what was the result? Swami Prabhavananda writes that after that, I realized that Christ was my own. My own in what sense? Just as Krishna is my own and Ramakrishna is my own, Christ is also my own. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട് ഇവന്മാരുടെ സ്വഭാവം? ഇനിയെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കണം. ഇവറ്റുകളൊക്കെ കള്ളന്മാരാണ്. മനസ്സിലായി? ഇവര് ബ്രാഹ്മണരൊന്നുമല്ല, ഇവര് വെറും കള്ളന്മാരാണ്. ബ്രാഹ്മണ കുലത്തിലാണെങ്കിൽ ഇനി ഇയാൾ ജനിച്ചെങ്കിലും ഇയാൾ കള്ളനാണെന്ന് ഞാൻ പറയും. പക്ഷെ ഇവരൊന്നും ബ്രാഹ്മണ കുലത്തിലൊന്നും ജനിച്ച ആൾക്കാരൊന്നുമല്ല. എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് 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 കള്ളന്മാരുണ്ട്. ഈ കള്ളന്മാര് ആണ് ഇന്ന് ഹിന്ദുയിസത്തിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുന്നത്. ഭയങ്കര ഒരു പ്രോബ്ലമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. യുവന്മാരെയൊക്കെ എന്താ പറയാ, കഴുതപ്പുറത്ത് ഇരുത്തി തല മൊട്ടയടിച്ച് പുള്ളി കുത്തി നാട് കടത്തിയില്ലെങ്കിൽ ഇവറ്റകള് ഹിന്ദുയിസത്തിന്റെ അവസാനം ഉണ്ടാക്കും. അത്ര പിശാചുകളാണ് ഇവന്മാര്. ഇവന്മാരാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുസ്ലിങ്ങളെക്കാളും എന്താ പറയുക, മുസ്ലിം തീവ്രവാദികളെക്കാളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതപരിവർത്തന ഈ പെന്തക്കോസുകളൊക്കെ ഉണ്ടല്ലോ, അവരെക്കാളൊക്കെ ഞാൻ വെറുക്കുന്നത് ഇവറ്റുകൾ. ഉള്ള കാര്യം പറയല്ലേ പോയി, ഇവറ്റുകളാണ് യഥാർത്ഥ ശത്രുക്കൾ. ഇവറ്റുകൾ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളാണ്. എന്തൊക്കെയാണ് പറയണത്? ഇവർ ക്രിസ്ത്യാനിയല്ലെന്ന് അറിഞ്ഞില്ല പറയാൻ പറ്റുമോ? പക്ഷേ പേരെന്താന്ന് ചോദിച്ചാൽ സ്വാമി സർവപ്രിയാനന്ദ. മനസ്സിലായില്ലേ? That was the result. The Lord Jesus Christ, you find the book of Matthew, that when he found that multitudes had gathered around, and then what he did was he took his chosen disciples, the apostles, and he took them to the top of a mountain. And then he spoke to them, spoke his heart, as it were. And you find the remarkable similarity when Sri Ramakrishna sometimes would call Swami Vivekananda and the other direct disciples, the monastic disciples who were to be the monastic disciples, the apostles, he would call them in his little room in the temple garden of Dakshineshwar, and he would shut the door. He would look out to see that, nobody is listening. And അതായത് യേശു ജനക്കൂട്ടം വരുമ്പോ 12 ശിഷ്യന്മാരെയും കൊണ്ട് മലയുടെ മുകളിൽ പോയി സംസാരിക്കുന്നത് പോലെ ശ്രീരാമകൃഷ്ണൻ, ഇവറ്റകളുടെ ഗുരുവായതാണല്ലോ ശ്രീരാമകൃഷ്ണനാണല്ലോ. അയാളും ഈ വിവേകാനന്ദനും അഭേദാനന്ദ തുടങ്ങിയ ശിഷ്യന്മാരുമായിട്ട് ഒരു റൂമിൽ പോയിരുന്ന് ചർച്ച നടത്തുമായിരുന്നു, ഇത് യേശു നടത്തണ പോലെ. ഓ, എന്തൊരു അത്ഭുതം! And he would talk in private to them, his choicest teachings. And whenever I say that, question in all of your minds and always is, oh, what were those teachings? Well, there's nothing secret about them. They have been published. But what's important are not those words. What's important is they have the ability to, Sri Ramakrishna would transmit spirituality. When he said those words, something more, much more than the words was transmitted. When the illumined guru speaks and the competent disciple listens, spirituality becomes tangible there. So that is what used to happen. And that reminds me, it's marginally relevant, but it's a very interesting story. Swami Suhitanandaji, once the General Secretary of our order who visited recently, he was the sevak, he used to serve Swami Premeshanandaji, who എല്ലാം was a very senior monk of our order and a disciple of the Holy Mother. So once Suhitanandaji was serving him, was doing some little service to Swami Premeshananda, who was old and ill at that time. And Swami Premeshananda said, come, I'll tell you a secret. And Suhitanandaji said, I knew what secret he was going to tell me because he had told me so many times. And he said, well, Maharaj, go on. No, shut the door. Make sure that nobody's listening. Oh, Maharaj, you can go and tell me, go on and tell me nobody's listening. Well, let me tell you, Sri Ramakrishna was God himself. And ഇത് തന്നെയാണ് നാണുവിന്റെ ആളുകളും പറയണത്. നാണു ദൈവമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്തൊരു കഷ്ടം എന്നറിയോ? ഇവന്മാരൊക്കെ കള്ളന്മാരാണ് ചെയ്യും. ഇവന്മാരൊക്കെ വെറും കള്ളന്മാരാണ്. ഹിന്ദുക്കളെ പറഞ്ഞ് പറ്റിച്ച് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ തൊഴുത്തിക്കൊണ്ട് കെട്ടാൻ നോക്കണ ഹമുക്കുകളാണ് നിങ്ങളെല്ലാം. Suhitanji said, yes, I know. You know,
Yes, I know. And everybody knows. Everybody knows. Yes, everybody knows. And അതെ, ശ്രീരാമകൃഷ്ണൻ ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വിവേകാനന്ദന്റെ ഗുരു ദൈവമാണ്, അതെല്ലാവർക്കും അറിയാന്ന്. ഇപ്പൊ നാണു ദൈവമാണ്, ഗുരുദേവനാണെന്ന് എല്ലാവർക്കും അറിയാന്ന് പറയില്ലേ, അതുപോലെയാണത്. ഇവരാ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ദൈവമാണ് ദൈവമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ അതെല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞ് ആളുകൾ കേൾവിക്കാർ ഇതായിപ്പോ, എന്താ പറയാ, കൺഫ്യൂസ്ഡ് ആയിപ്പോ. കലക്കോളത്തിൽ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അവന്മാര്. nobody cares. പക്ഷെ നമുക്ക് ഈ യേശുവിന്റെ ഈ മോഡസ് ഓപ്പറാൻഡി അറിയാവുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാവും. പിന്നെ ഞാനേ അടുത്ത ഇതിലേക്ക് വരാം. സദ്ഗുരുവിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതും കൂടി കേട്ടോളൂ. Totally different man altogether. Another thing we need to understand is Jesus is hugely handicapped because of the kind of situation in which he is existing. He has no real freedom of speech. He mostly lived like a fugitive, here and there speaking to small groups of people. The moment he picked up little momentum, you know what they did to him. അപ്പൊ ഇയാള് കുറ്റപ്പെടുത്തുന്നത് യഹൂദരെയാണ് കുറ്റപ്പെടുത്തുന്നത്, മനുഷ്യരെയാണ് കുറ്റപ്പെടുത്തുന്നത്. യേശു നല്ലവനായിരുന്നു എന്നാ പറഞ്ഞത്. യേശുവിന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനായിട്ടുള്ള എന്താ പറയാ, അഭിപ്രായ സ്വാതന്ത്ര്യം പോലും, ഫ്രീഡം ഓഫ് സ്പീച്ച് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ സത്യം അതൊന്നുമല്ല. ഞാൻ ബൈബിളിൽ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടല്ലേ, യോഹന്നാന്റെ പുസ്തകത്തിൽ യേശു അവിടെ തിരുനാൾ ദിവസം യേശു പോയിട്ട് എല്ലാവരും കേൾക്കെ ഉറച്ചു വിളിച്ചു പോകുന്നുണ്ട്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു എന്ന് അലറി വിളിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നുമല്ല. എന്തായാലും ഇദ്ദേഹം പറയുന്നത്, പക്ഷേ യേശുവിന് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശു ഒന്ന് പിക്കപ്പ് ചെയ്തപ്പോൾ, അതായത് കുറച്ച് ശിഷ്യന്മാരൊക്കെ ഒന്ന് വളർന്നു വന്നപ്പോൾ തന്നെ യഹൂദര് യേശുവിനെ കൊന്നു എന്നാണ് ഇയാൾ പറയണത്, സദ്ഗുരു പറയണത്, ഈ സോ കോൾഡ് സദ്ഗുരു. മനസ്സിലായോ? ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട് പോയി. ഇയാളും അമേരിക്കയിലും കാനഡയിലും സ്വന്തം വിമാനമുണ്ട്, എല്ലാം ഉണ്ട്, കോടീശ്വരനാണ് ആള്. മനസ്സിലായി? കോടീശ്വരനായ, എന്താ പറയുക, നമ്മുടെ ഒരു സിനിമയില് മമ്മൂട്ടി പറയില്ലേ, ഞാൻ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇവര്. കള്ളന്മാരാണ് ഇവര്. ഇതൊന്നും കേട്ടോ. His teachings as being not just consistent with Sanatana Dharma, but actually one with it. Some of the best known figures in modern Hinduism, saints and masters of India. They have seen him in vision, a special place in the hearts and lives of many of the great saints and masters of India. A place in the hearts and lives. Yogis who saw Jesus. യേശുവിനെ ദർശനം കിട്ടിയ, യേശുവിനെ കണ്ട ദർശിച്ച യോഗികൾ ഭാരതത്തിലെ എല്ലാം കള്ളന്മാരാണ്. കള്ളന്മാരുടെ ലിസ്റ്റാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത്, നിങ്ങൾ കേട്ടോളൂ. Jesus Christ has a special place in the hearts and lives of many of the great saints and masters of India. They have seen him in visions. They have researched and proved not only his existence, but that he lived in India during the so-called lost years. അപ്പോൾ ഇവർ പറയുന്നത്, ഈ ഭാരതത്തിലെ യോഗികൾ യേശുവിനെ കുറിച്ച് റിസർച്ച് ചെയ്തു, തെളിയിക്കുകയും ചെയ്തു. യേശുവിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ സോ കോൾഡ് ലോസ്റ്റ് ഇയേഴ്സ്, അത് യേശു ആ സമയം ഭാരതത്തിലായിരുന്നു എന്ന് ഇവർ പ്രൂവ് ചെയ്തു എന്ന് വെള്ളക്കാരൻ വിളിച്ചു പറയുന്നത്. ഇവിടെ സംസാരിക്കണ വെള്ളക്കാരനാണ്. എന്താ അപകടമാണെന്നറിയാവോ ഇത്? എന്താ പറയാവോ നിങ്ങളിത്? And they have expounded his teachings as being not just consistent with Sanatana Dharma, but actually one with it. അത് മാത്രമല്ല, ഈ യോഗികൾ എന്ന് പറഞ്ഞാൽ ഈ കള്ളന്മാരുടെ ലിസ്റ്റ് എടുത്തു വന്നാണു. മറ്റേ ഇത് വിവേകാനന്ദൻ, പ്രഭുപാദാനന്ദ, ശ്രീരാമകൃഷ്ണ, സർവപ്രിയാനന്ദ,
ഈ കള്ളന്മാര് ഈ ശ്രീരാമകൃഷ്ണ മഠം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ക്രിസ്തു മതത്തിന്റെ ഒരു ബി ടീമാണത്. ഭാരതത്തിലെ ഒരു ബ്രാഞ്ചാണത്, ഈ ക്രിപ്റ്റോ ക്രിസ്ത്യാനികളുടെ. Some of the best known figures in modern Hinduism, Sri Ramakrishna, his ഈ മോഡേൺ ഹിന്ദുയിസം എന്ന് പറയണുണ്ടല്ല, അതാണ് തെറ്റ്. നമ്മുടേതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ ആർഷഭാരതം എന്നാണ് പറയണത്. നമ്മുടെ മഹത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ മഹത്വം അത് അതിൻ്റെ മോഡേണൈസസിലല്ല, അതിൻ്റെ പിന്നിട്ട് നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷം നമുക്ക് പിന്നിലേക്ക് പോകാൻ പറ്റും. അവിടെയാണ് ആ പീരീഡിനെയാണ് ആർഷഭാരതം എന്ന് പറയുന്നത്, ഋഷികളുടെ ഭാരതം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ മഹത്വം ഇരിക്കുന്നത്. അല്ലാണ്ട് എന്താ പറയുക, പരിഷ്കൃത ഭാരതം അല്ല മോഡേൺ ഇന്ത്യ എന്ന് പറയില്ല, അതല്ല. നമ്മളുടെ തന്നെ ആർഷഭാരതം, അതാണ്. അവിടെയാണ് നമ്മളുടെ എന്താ പറയുക വേദിക് കൾച്ചർ വരുന്നത് അവിടെ നിന്നാണ്. ഈ മോഡേൺ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഈ ഭാരതത്തിലുള്ള ഈ കാവിയിട്ട കള്ള സന്യാസിമാർ, ഈ രാമകൃഷ്ണ മഠത്തിന്റെ കള്ള സന്യാസിമാരും പിന്നെ വെള്ളക്കാരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പുതിയ ഹിന്ദുയിസം. അത് പറയുന്നത് ഇത്രേ ഉള്ളൂ: യേശു യോഗിയാണ്. യേശു 12 വയസ്സിലും 30 വയസ്സിലും യേശുവിനെ കാണാനില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞില്ലേ. ഞാൻ മുമ്പേ പറഞ്ഞുള്ളൂ, ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു 12 വയസ്സ് മുതൽ യേശു വളർന്ന് വലുതാകുന്നത് വരെ യേശു ഇവിടെ ഉണ്ടായിരുന്നു എന്ന്, നസറത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പാടെ അവഗണിച്ചിട്ട് ഇവറ്റകൾ ഒരു കള്ളപ്രചരണം നടത്തുകയാണ്, യേശു യോഗിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹിന്ദുക്കളെ ഒരു പുതിയ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവറ്റകൾ ചെയ്യുന്നത്. ഇവറ്റകളെ പോലെ മഹാഭാവികൾ ഈ ലോകത്ത് വേറെ കാണത്തില്ല. great disciples, Swami Brahmananda, Swami Ramatirtha, Papa Ramdas, and Paramahansa Yogananda all saw Jesus in vision. കള്ളന്മാരെ കണ്ടോ? മോന്ത കണ്ടോ? കള്ളന്റെ മോന്ത, പെരുങ്കള്ളന്റെ മോന്ത കുടിച്ചിട്ടേക്കണോ? Some of them saw him more than once, and many. അതല്ലേ കാണേണ്ടത്. കണ്ട കുരിശ് കണ്ട ഇപ്പൊ മനസ്സിലായോ ഇവന്മാര് കള്ളന്മാരാണെന്ന് മനസ്സിലായോ? എന്താ പറയോ പോയി. ഈ കള്ളന്മാരെയൊക്കെ നിങ്ങൾ തന്നെ പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിലേ നിങ്ങളുടെ അവസാനമാണ്, ഹിന്ദു മതത്തിന്റെ അവസാനമാണ്. ഈ ചെറ്റകളെ തല്ലി ഓടിക്കണം വേണ്ട ഇവന്മാര്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, നിങ്ങൾ ബ്രാഹ്മണരെ വെറുത്തപ്പോ ഈ നാറികളുടെ കയ്യിൽ പോയി പെട്ടു. മനസ്സിലായോ? ഇതാണ് ഈ ശ്രീ ശിവമഹാപുരാണത്തിലെ സിംഹത്തിന്റെ ഭാഗമെടുത്ത് കുറുക്കന് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് തോന്നുന്നത് ദേവിയാണെന്ന് തോന്നുന്നു പറയണം, അതിപരാശക്തിയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് എൻ്റെ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ പ്രവൃത്തി. നിങ്ങൾ ബ്രാഹ്മണരെ നിങ്ങൾക്ക് പുച്ഛം. അപ്പം എന്തു പറ്റി? ഇതേപോലെയുള്ള കള്ള റാസ്കൾസിന്റെ കയ്യിൽ യേശുവിന്റെ ക്രിപ്റ്റോ ക്രിസ്ത്യനാണ് ഇവൻ, കാവിട്ട് കുരിശുട്ട് കിടക്കണേ. മനസ്സിലായോ? മറ്റേ ഇവന്മാര് ഈ ചിദാനന്ദപുരി, നാണു, പിന്നെ കുറേ എണ്ണുണ്ടല്ല, സർവപ്രിയാനന്ദ, ഇവറ്റകളൊന്നും കുരിശിട്ടിട്ടില്ലെന്നുള്ളൂ. കുരിശിട്ടവനും ഡേഞ്ചറാണ്, കുരിശിടാത്തവനും ഡേഞ്ചറാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേട്ടോളൂ. Saw Jesus in visions. Some of them saw him. നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ട്. ഇവന്റെയൊക്കെ ഫോട്ടോ ഞാൻ ഈ ഇവിടെ സ്വിറ്റ്സർലൻഡിലെ പല വീട്ടിലും കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. More than once, and many actually spoke with him. Sri Ramakrishna kept a picture. ഭാരതത്തിലെ ഈ യോഗികൾ, അതായത് ശ്രീരാമകൃഷ്ണൻ, മറ്റേ ഈ എന്താ പറയാ ഈ സർവപ്രിയാനന്ദ, വിവേകാനന്ദ മുതലായ ആൾക്കാര് പലരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, നേരിട്ട് യേശുവുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട് എന്നാണ് പറഞ്ഞത്. Of Jesus in his room at the Dakshineshwar Kali temple. He told several of his disciples picture of Jesus in his room at the. ഈ രാമകൃഷ്ണ പരമഹംസൻ അവൻ യേശുവിന്റെ ഒരു ചിത്രം അവന്റെ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിന്റെ ഭക്തനാണ്, പരമഭക്തനാണ് അവൻ.
the Dakshineshwar Kali temple. He told several of his disciples that he had seen കള്ളന്മാര് ബ്രാഹ്മണരെയൊക്കെ പുറത്താക്കിയിട്ട് ഒരു പറ്റം കള്ളന്മാരിരിക്കണാണ് ഈ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? in visions that they had been direct disciples of Jesus in their previous births. Both Swami Ramatirtha and Papa Ramdas at separate times had visions of Jesus while staying at Vishishta Guha north of Rishikesh. ഋഷികേശിൽ ധ്യാനത്തിലിരിക്കെ യേശുവിന്റെ ദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തെല്ലാം നുണകളാണ് പറഞ്ഞു പരത്തുന്നത്. ഇതൊക്കെ അറിയാത്ത ഹിന്ദുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ നുണയല്ല എന്ന്, ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുവിന്റെ അവസ്ഥ ആലോചിക്കും. In the cave where Jesus had lived for a while, even though they didn't know that fact at the time of their vision. ഋഷികേശിലെ ഒരു ഗുഹയുണ്ട് ഇവരൊക്കെ ധ്യാനിച്ചിരുന്ന. അവിടെ യേശു കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ട്. എന്താ നോണ. But learned it later. Swami Abhedananda and Swami Trigunatitananda, disciples of Sri Ramakrishna, made separate journeys to Ladakh in Tibet and verified the existence of ancient Buddhist texts recording the life of Jesus and his visit to that region. അപ്പോ ഈ രാമകൃഷ്ണന്റെ ശിഷ്യനായ അഭേദാനന്ദ ഇയാള് ടിബറ്റിൽ പോയിട്ട് ബുദ്ധിസ്റ്റ് പുസ്തകങ്ങളൊക്കെ വെരിഫൈ ചെയ്തു. എന്നിട്ട് യേശു ആ കാലഘട്ടത്തില്, യേശുവിന്റെ കാലഘട്ടത്തില് ഇപ്പൊ പറഞ്ഞില്ലേ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ കാണാണ്ടായെന്ന് പറഞ്ഞില്ല. ആ സമയത്ത് യേശു ഇവിടെ ടിബറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അവര് തീർച്ചപ്പെടുത്തിയിരുന്നു. The Buddhist monk showed Swami Trigunatitananda 2 paintings of Jesus, and when the Swami lived in America as a Vedanta missionary. അങ്ങനെ വരട്ടെ. ഇങ്ങനെ പറഞ്ഞാലല്ലേ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുള്ളൂ. മനസ്സിലായോ? സ്വാമി lived in America as a Vedanta. എന്തുട്ടാണ്? He had a copy of one of these paintings made. Missionary. He had a copy of one of these paintings. Swami lived in America as a Vedanta missionary. എങ്ങനെയുണ്ട് പരിപാടി? അങ്ങനെ ഒരു മിഷൻ ഇല്ല ബ്രോ. ഒരാള് വേദാന്തിയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വേദാന്തിയാണെങ്കിൽ, ഞാനൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു അറിവുള്ള ബ്രഹ്മജ്ഞാനിയായ ജീവൻ മുക്തനായ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വന്നിട്ട് വരൂ വേദാന്തം പഠിക്കൂ, അതിന് അമേരിക്ക പോയിട്ട് അവരെ വേദാന്തം പഠിപ്പിക്കുക, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കത്തില്ല. എനിക്ക് പിന്നെ ഒരു ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, ഈ ശരീരം വീഴണം. ശരീരം വീഴണത് വരെ മനസ്സ് ഈശ്വരനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് മനസ്സ് ഈശ്വരനിൽ ലയിപ്പിച്ച് ചേർക്കലാണ്. അതാണ് ധ്യാനം. അപ്പോ അങ്ങനെ ചെയ്യുള്ളൂ ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെയാണ് അമേരിക്കയിലോ അവിടെയൊക്കെ പോയി ഇത് പറയണ എങ്ങനെ? അങ്ങനെ വേദാന്ത മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ ഇല്ല. ഇതൊക്കെ ഇവര് കോയിൻ ചെയ്തുണ്ടാക്കിയ ടേംസ് ആണ്, ഈ കള്ളന്മാരുണ്ടാക്കിയതാണ്. അതിന്റെ ഒരു കോട്ടവയറും made based on his description of the original he saw in Ladakh. Swami Abhedananda, also for a time a Vedanta missionary to America. അതെ 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 ഇവന്മാരൊക്കെ ഒരൊറ്റ ടീമാണ് കേട്ടാ. ഇവന്മാരുടെ ലക്ഷ്യം സനാതന ധർമ്മത്തിന്റെ ഉന്മൂലനാശനം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇവരത് ഒരുപാട് ഒക്കെ ഇവർ നടത്തിയെടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഈ പേര് കേട്ട ഹിന്ദു ആണെന്ന് തോന്നും, പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ഒരു ഹിന്ദുസും ഇല്ല, ഒരു ഹിന്ദുസും ഇല്ല. അങ്ങനെ ആകാൻ കാരണം ഇവറ്റകളുടെ പ്രഭാഷണം കേട്ട് കേട്ട് ഇവന്മാരെന്തിനാണ് യേശുവിനെ കുറിച്ച് ധ്യാനിക്കുന്നത്? ഹിന്ദു സന്യാസി എന്തിനാണ് യേശുവിനെ ധ്യാനിക്കുന്നത്? എന്തിനാണ്? Printed a translation of a part of the Buddhist text on Jesus and defied the British government's ban on Nicholas Notovich's book, The Unknown Life of Jesus Christ, which contained the complete text. He not only brought copies of the book from America, but also had an edition printed in India. And he also wrote the pamphlet, Why a Hindu Accepts Christ and Rejects Churchianity. An American disciple of Sri Ma Sarada Devi, the consort of Sri Ramakrishna, wrote to Swami Saradananda about how she felt equal devotion to Sri Ramakrishna and to Jesus. ഒരുത്തി എഴുതി, കത്തെഴുതി, അവള് യേശുവിന്റെയും ശ്രീരാമകൃഷ്ണന്റെയും ഭക്തയാണ് എന്ന് പറഞ്ഞിട്ട്.
രണ്ടും ഒരൊറ്റ ആള് തന്നെ. അത്രമാത്രമുണ്ട് ഇവിടുത്തെ കള്ളസ്വാമിമാർക്ക് യേശുവിനോടുള്ള സ്നേഹവും കൂറും. Swami wrote back, "Our master assured us that they were just the same." Later in the 20th century, the Shankaracharya അപ്പോൾ അങ്ങനെ എഴുത്തെഴുതിയപ്പോൾ അദ്ദേഹം തിരിച്ചെഴുതി മറുപടി അയച്ചു. എന്തെന്ന്? എൻ്റെ ഗുരു ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്, അവർ രണ്ടുപേരും ഒരൊറ്റ ആള് തന്നെയാണ്, യേശുവും ഈ കള്ളസ്വാമി. Acharya of Puri, Jagadguru Bharata Krishna Tirtha, found what he described as proof positive that during his time in India, Jesus actually lived in the Govardhan Mutt, the present mutt of the Order of Shankara in Puri. ഓ, അപ്പോൾ ഇതേ യേശു പുരിയിലായി. നേരത്തെ ടിബറ്റിലായിരുന്നു, അതിനു മുമ്പ് ഋഷികേശിലായിരുന്നു, ഇപ്പൊ പുരിയിലായി. മനസ്സിലായോ? എന്ത് കള്ളത്തരമാണെന്നറിയോ? യേശുവിനെ ഇവിടെയൊക്കെ കൊണ്ട് ഇവർ പ്രതിഷ്ഠിക്കാൻ നോക്കണേ. യേശു എന്ന് പറഞ്ഞ പിശാച് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ അവിടെ ഒരു യാതൊരു ഈശ്വര ചൈതന്യവും അവിടെ ഉണ്ടാവില്ല. അത് നിങ്ങൾ ഓർത്തോളൂ. He wrote a book on the subject, which he discovered had been supposedly lost while he was on a world tour, and which he did not live long enough to rewrite. പുരിയിലെ കള്ളസ്വാമി. ശങ്കരാചാര്യ മഠത്തിൽ പോലും കള്ളസ്വാമിമാര് കയറിയെന്നു. Before that, Swami Sri Yukteswar Giri, the guru of Yogananda, wrote a study in which he proved that Jesus had lived in India and that his teachings were identical with the Sanatana Dharma which he adopted and preached in the West. അദ്ദേഹം പറയുന്നത് സനാതനധർമ്മവും യേശു പറയുന്നതും അത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ഫ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മിക്സ്ചർ, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇദ്ദേഹം അമേരിക്കയിൽ പ്രീച്ച് ചെയ്തത്. This book was borrowed by a Christian missionary who refused to return it, both in Sri Yukteswar's lifetime and even after his death. ക്രിസ്ത്യൻ മിഷണറികള് ഈ ഹിന്ദുവിൻ്റെ, സോക്കോൾഡ് ഹിന്ദുവിൻ്റെ പുസ്തകം വാങ്ങിച്ചു, പക്ഷെ അവരത് തിരിച്ചു കൊടുത്തില്ല. കാരണം അവർക്കത് അത്രയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് ഹിന്ദുക്കളെ മതം മാറ്റാൻ കഴിയും എന്നവർക്ക് മനസ്സിലായി. One of the most famous and beloved yogis of the 20th century, Paramahansa Yogananda, wrote and lectured extensively on the teachings of Jesus. ഇതൊക്കെ സത്യമാണ് ഇവർ പറയണത്. ഒരുപാട് ഇയാള് യേശുവിനെ കുറിച്ച് യോഗാനന്ദ, പരമഹംസ യോഗാനന്ദ യേശുവിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി ഹിന്ദുക്കളെ വഴിതെറ്റിച്ചിട്ടുമുണ്ട്. എന്താ പറയുക പോയി, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരൂല പോയി. ഇത്ര എനിക്ക് പറയാനുള്ളൂ, ചുരുക്കി പറയാം. ഇതാണ് പ്രശ്നം. നിങ്ങൾ ബ്രാഹ്മണരിൽ നിന്ന് അകന്നപ്പോൾ, ഈശ്വരനിൽ നിന്ന് അകലുമ്പോൾ പിശാചുമായി നമ്മൾ അടുക്കും. ഒന്നെങ്കിൽ ഈശ്വരൻ്റെ കൂടെ അല്ലെങ്കിൽ പിശാചിൻ്റെ കൂടെ. ദർ ഇസ് നോ മിഡിൽ റോഡ്. അതാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ബ്രാഹ്മണരെ നിങ്ങൾക്ക് വെറുപ്പായി, അപ്പോൾ ഇതേപോലെയുള്ള ശൂദ്രന്മാര്, കള്ളന്മാര് കുറച്ച് ഇതൊക്കെ പറയും, സംസ്കൃതമൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതൊന്നും മനുഷ്യർക്ക് അറിയില്ലല്ലോ. ഇപ്പം എനിക്ക് മലയാളം അറിയാൻ പാടുള്ളൂ, എനിക്ക് സംസ്കൃതം അറിയാൻ പാടില്ല. ഒരു തമിഴനാണെങ്കിൽ അവന് തമിഴ് അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. മനസ്സിലായോ? അങ്ങനെ പറ്റിച്ച്, ഹിന്ദുക്കളെ പറ്റിച്ച് കൊന്നു തിന്നുന്ന ആൾക്കാരാണ്, ക്രിസ്ത്യാനികൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന ആളുകളാണ് ഇവറ്റുകൾ, ഈ കാവിയിട്ട പിശാചുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരെ ഇത്രയും വിമർശിക്കേണ്ടി വന്നത്. ഓക്കെ, പിന്നെ ഇവരുടെ ഭക്തന്മാരിവിടെ ഉണ്ടാവും, അവര് വേണമെങ്കിൽ മാറട്ടെ, ഇവരിലുള്ള ഭക്തി ഇവരെ ഫോളോ ചെയ്യുന്നത് നിർത്തട്ടെ. അതാണ് ശരിയായ മാർഗം. അല്ലാതെ ഞാനിത് പറയുന്നത് വിഘടനം ഉണ്ടാക്കാനാണ്, ഹിന്ദു ഐക്യം തകർക്കാനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ചെകുത്താന്മാരുമായിട്ട് എന്ത് ഐക്യം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഒത്തിരി നേരം ഇന്ന് സംസാരിച്ചു. തൽക്കാലം ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യട്ടെ, നമുക്ക് വീണ്ടും കാണാം.